സർ, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാധ്യമ പ്രവർത്തകർ AK ആന്റണിയെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ. നിലമ്പൂർ നമ്മൾ ജയിച്ചു, ശരിയാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തനമാണ്. ഈ കണ്ട ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചു, ശരിയാണ്, പാലക്കാട് ജയിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ ഈ ഒരു ഓവർ കോൺഫിഡൻസ് നമുക്ക് പാടില്ല. നമുക്കിനി വരാൻ പോകുന്നൊരു വലിയ തിരഞ്ഞെടുപ്പാണ്, അതിന് നല്ല ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ ആന്റണി അത് പറയുമ്പോഴും VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. അവർ പറയുന്നത് 100 സീറ്റെങ്കിലും നേടുമെന്ന്. കയ്യിലിപ്പോൾ കൃത്യമായ ഒരു 50 സീറ്റ് പോലും MLA-മാരായിട്ട് കോൺഗ്രസിനില്ല. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു 50 സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടാനുള്ള കോപ്പ് അവരുടെ കയ്യിലുണ്ടോ? യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ഇന്ന് കോൺഗ്രസിന് 50-60 സീറ്റ് കിട്ടാനുള്ള ചാൻസ്. അത് ഭരണവിരുദ്ധ വികാരമാണോ സാർ? അതെ, ഞാൻ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. പിണറായി വേഴ്സസ് ആൻറ്റി പിണറായി. ആ വിഭജനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നല്ല വിഭാഗം പോലും ആൻറ്റി പിണറായിയാണ്. തീർച്ചയായിട്ടും പാർട്ടി വോട്ടൊക്കെ മാറും. പാർട്ടിയോട്ട് മാറൂലെന്നും പറയാൻ പറ്റില്ല. ചില അവസാന വോട്ട് നമ്മുടെ പാർട്ടി ജയിക്കട്ടെ എന്ന് അരിവാൾ ചുറ്റി കാണുമ്പോൾ കുത്താനുള്ള ടെൻഡൻസി ഉള്ളവരുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവർക്ക് മാറിക്കുത്തുന്നതിന് മടിയില്ലെന്നുള്ളത് തെളിയിച്ച ലോക്സഭാ ഇലക്ഷൻ. ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റുകൾക്ക് വരെ മാറി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കുത്തുന്നതിന് മടിയില്ല എന്ന് തെളിയിച്ചതാണ് ലോക്സഭാ ഇലക്ഷൻ. അത് ശരിയാണ്. അപ്പോൾ ആ മാറിക്കുത്തുന്നതിന് മടിയില്ലാത്തൊരു, അത് മാത്രമല്ല സാർ, ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് കിട്ടിയെന്ന് പറയുന്നത് പിന്നെ SNDP വോട്ടെല്ലാം BJPക്ക് പോയി. 15ഓളം സ്ഥലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നത് SNDP വോട്ട് പോയതാണ്. അല്ലെ, ആ SNDP വോട്ട് BJPക്ക് വോട്ട് പോയപ്പോഴാണ് കോൺഗ്രസ് ജയിച്ചത്. ആ SNDP വോട്ട് ഇപ്പോൾ എവിടെ പോകും? ആ SNDP വോട്ട് എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ CPM കാണിക്കുന്ന കപട സ്നേഹത്തിൽ തിരിച്ച് CPMന് കിട്ടുമോ എനിക്കറിയില്ല. അല്ല, അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ SNDP യോഗം പറഞ്ഞാൽ കുറച്ചുകൂടെ ജാതിയായിട്ടങ്ങ് പറയാം. SNDP യോഗം അതിൻ്റെ സത്ത തിരിച്ചറിഞ്ഞാൽ, അല്ലെ ഈഴവൻ്റെ സത്ത തിരിച്ചറിഞ്ഞാൽ, ഇന്ന് അവർക്ക് സാമൂഹ്യമായി എന്തെങ്കിലും പിന്നോക്കാവസ്ഥ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി കൊടുത്ത പിന്നോക്കാവസ്ഥയാണ്. നമുക്കറിയാൻ പറഞ്ഞിട്ടാണ്. അതായത് ഒരു സമൂഹത്തിൽ ഒപ്പം നായരുടെ ഒപ്പം തന്നെ, അല്ലെ നായരൊക്കെ കുറച്ചുകൂടെ മുമ്പിലായിരുന്നു എല്ലാ രംഗത്തും വരും. സാഹിത്യ രംഗത്ത്, ശാസ്ത്ര രംഗത്ത്, ആയോധന കലകളിൽ, തച്ചോളിയോതിനുള്ളപ്പോൾ അപ്പുറം ആരോപിച്ചവരുണ്ട്. എല്ലാ രംഗത്തും ഇവർ ഒപ്പം പോയിക്കൊണ്ടിരുന്നതാണ്. ആ രംഗത്ത് നിന്ന് വെറും ചെത്തുകാരൻ്റെ പാർട്ടിയായിട്ട് CPMനെ മാറ്റി ചെത്തുലാളി യൂണിയൻ ഓഫീസ് SNDP ഓഫീസിനേക്കാൾ ഇമ്പോർട്ടൻസ് വന്നൊരു കാലഘട്ടം അങ്ങനെ കൊണ്ടുവന്നു. ചെത്തുലാളി സമരം, അന്തിക്കാട്ട സമരം, ഇവിടുത്തെ സമരം ചെത്തുകാരൻ്റെ രക്ഷയിതാവായിട്ട് ചെത്തുകാരനെ ഈഴവനായിട്ട് കൊണ്ടുവന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവിടെയാണ് സത്ത എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് നഷ്ടപ്പെടുന്നത്. എത്രയോ കയർ കമ്പനികളുണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജാവ് കഴിഞ്ഞാൽ ആദ്യം കാർ മേടിക്കുന്നവരാണെന്നറിയോ? ചാന്നാർ, കൊല്ലത്തുള്ളൊരു ചാന്നാർ ഈഴവനാണ്. അങ്ങനെയാണ് ആദ്യം കാർ മേടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സോഷ്യൽ കെയർക്ക് സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന ഈഴവ സമുദായത്തെ ഇവരെവിടെ കൊണ്ട് എത്തിച്ചു അവസാനം. പക്ഷെ ഇപ്പോൾ ഓരോ ഇതിനകത്ത് രക്ഷപ്പെട്ട് വരുന്നുണ്ട്. ഇവരിപ്പോൾ കുറേ കൂടെ കോളേജുകളൊക്കെ സ്ഥാപിച്ച് കോളേജ് എത്തിയവരും ഡോക്ടർമാരൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷെ ഇവരെ ആ സോഷ്യൽ ഐഡൻറ്റിറ്റിയിൽ ഇവരെ ചെത്തുകാരനാക്കി. നായരെ അങ്ങനെ ആക്കാൻ പറ്റിയിട്ടില്ല. നായർ ഒരു തൊഴിലുമായിട്ട് കുലത്തൊഴിലില്ല. നായർക്ക് അങ്ങനെ പ്രത്യേക തൊഴിലില്ല. കൂട്ടുകുടുപ്പുകാരൻ തൊട്ട് ആനക്കാരൻ തൊട്ട് ചായക്കടക്കാരൻ തൊട്ട് ഏത് വേഷവും നായർ കെട്ടിയിട്ടുണ്ട്. കടക്കാരൻ്റെ വേഷം വരെ കിട്ടി, എല്ലാ വേഷവും കെട്ടിയിട്ടുണ്ട്. മറിച്ച് മറ്റൊരു ഒരു തൊഴിലുമായിട്ട് അവർക്ക് ആ ഒരു തൊഴിൽ, ചെത്ത് തൊഴിൽ, അത് ബ്രാൻഡ് ചെയ്തു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാം, ഞാൻ ചെത്തുകാരൻ്റെ മകനാണ്. അത് നാണിക്കേണ്ട ആവശ്യമില്ല. അത് പറയുന്നതിൽ നാണിക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ വലിയൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്ന സമൂഹമാണത്. തീർച്ചയായിട്ടും. അങ്ങനെ സാധാരണ കാര്യം തന്നെ നമ്മൾ ഓർത്താൽ തന്നെ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കാരണം കൊണ്ട് മെയിൻ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല. അല്ല സാർ, ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ ഡോക്ടർ പൽപ്പുവിൻ്റെ കഥ. നിങ്ങളൊരു സ്വർണ്ണ പിന്നെ എന്താ പറയുക, നിങ്ങൾ ചെത്തുന്നത് സ്വർണ്ണത്തിൽ ഒന്നുണ്ടാക്കി ചെത്തിക്കോളൂ എന്നാണ് അല്ലേ? പൽപ്പു ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ് ചെന്ന ആവശ്യം പറഞ്ഞപ്പോൾ അന്നത്തെ ഇവിടുത്തെ സവർണ്ണ കുടുംബങ്ങൾ പറഞ്ഞത്. സാർ, ബാക്കി കാര്യത്തിലേക്ക് വരാം നമുക്ക്. അപ്പോൾ ഇത്തരത്തിൽ സാറ് പറയുന്നത്, ഇപ്പോൾ എൻ്റെ സംശയം, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടെല്ലാം BJPക്ക് പോയി. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറയുന്ന ഈഴവ വോട്ടെല്ലാം എവിടേക്ക് പോകും? കോൺഗ്രസിലേക്ക് കിട്ടുമോ? അതിൻ്റെ കാരണം BJPക്ക് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മൊത്തത്തിലുള്ളൊരു അംഗീകാരമുണ്ട്. പക്ഷേ താഴെത്തട്ടിലേക്ക് നിയമസഭയിലേക്കൊക്കെ നിർത്താനായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഇതുണ്ടാവില്ല, BJPക്ക് ഉണ്ടാവില്ല. പക്ഷേ സാർ, അവർ ചന്ദ്രശേഖരൊക്കെ പറയുന്നത്, അവർ ഈ പറയുന്ന പോലെ ഹിന്ദുത്വം ഇനി പറയില്ല. അവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്ക് കയറാനും അവിടെ നിന്ന് വോട്ട് കൊണ്ടുവരാനും അവർ ഭയങ്കരമായിട്ട് ശ്രമിക്കുമെന്നാണ് അവർ പറയുന്നത്. ഹിന്ദുത്വം അവർ ഇനി കച്ചവടച്ചരക്കാക്കില്ല എന്നാണ് പറയുന്നത്. ഹിന്ദുത്വം കച്ചവടച്ചരക്കാക്കില്ല എന്ന് BJP പറയുമ്പോൾ ചങ്ങനാശ്ശേരി ബിഷപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അടുത്ത ദിവസം. അതെ, എന്താ പറഞ്ഞത്?
ഏത് ഈ പറയുന്ന സാർ ഈ പറഞ്ഞ ജോസഫ് പാമ്പ്ളാനിയുടെ സംസാരമാണ്? അല്ല അല്ലാതെയുള്ള ഈ പറയുന്ന രീതിയിൽ മനസ്സിലായി. കോട്ടയത്തെ ദീപികയിലെ പത്രാധിപ സമിതിയിലെ അംഗം പറഞ്ഞത് ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇപ്പം എന്തുകൊണ്ട് ലീഗിന് മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. അത് മാത്രമല്ല അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ നല്ല വിമർശനം, കടുത്ത വിമർശനം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും കൊടുത്തു. നിങ്ങൾക്ക് എന്ത് പ്രത്യയശാസ്ത്രമാണ് LDF നിൽക്കാനെന്ന് അദ്ദേഹം ചോദിച്ചു. ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് സിറ്റുവേഷൻ, കോൺഗ്രസിൻ്റെ ബഹുജനാടിത്തറ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ക്രിസ്ത്യൻസും ലീഗ് വഴിയുള്ള മുസ്ലിംസും ഒറ്റക്കെട്ടായിട്ട് വീണ്ടും കോൺഗ്രസിന് പുറകെ വന്നിരിക്കുന്നു. നായരും ഉള്ള നായർ എങ്ങോട്ടും അങ്ങനെ പോകാം, അതിൻ്റെ കൂടെ നിൽക്കും. പിന്നെ ലീഗിനെ സംബന്ധിച്ച് ലീഗിന് ഭരണമില്ലെങ്കിൽ ലീഗ് തീർന്നു. അല്ല, ഭരണം ഉണ്ടോ ഇല്ലെങ്കിൽ ലീഗിന് ഇപ്പോൾ ലീഗിന് എവിടെയാണ് നിൽക്കാൻ പറ്റും? ലീഗിന് കറക്റ്റ് അവർക്ക് ഉള്ള പൊട്ടൻഷ്യൽ അവരുടെ കയ്യിലുണ്ട്. മലപ്പുറത്തും കോഴിക്കോടും വയനാടും ഒക്കെ അവരുടെ സീറ്റുകൾ അവർ ജയിക്കും. ഇനി കോൺഗ്രസ് ആണ് പണിയെടുക്കേണ്ടത്. അല്ല, കോൺഗ്രസിൻ്റെ സീറ്റുകളാണ് മത്സരമുള്ളത്. ഇപ്പോൾ ഇവിടെ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ഉറപ്പ്. കോട്ടയം, പത്തനംതിട്ട, അത് അതിൻ്റെ കണക്ക് പറയാം. ഇത് കെ മുരളീധരൻ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് UDF ഷുവറായിട്ട് ജയിക്കുന്ന സീറ്റുകളൊക്കെ ആർക്ക് കൊടുക്കണം? ഇപ്പോൾ കോട്ടയം ജില്ലയിൽ സീറ്റ് വിഭജനം വരുമ്പോൾ UDF ജയിക്കാൻ നല്ല സാധ്യതയുള്ള സീറ്റുകളെല്ലാം കേരള കോൺഗ്രസിന് പോവുകയാണ്. കോട്ടയം ജില്ല മാത്രമല്ല, എല്ലായിടത്തും. തിരിച്ച് കോൺഗ്രസിന് ഇവർക്ക് കൊടുക്കാൻ വോട്ടില്ല പലയിടത്തും. അതെ, അവിടെയാണ് ഈ കേരള കോൺഗ്രസും കോൺഗ്രസുമായിട്ടുള്ള അലയൻസിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള തകരാറ്. ആ തകരാറ് പരിഹരിക്കാൻ പറ്റുമോ? ഇവർക്ക് സീറ്റ് വേണ്ടെന്ന് കുറച്ച്. ഇപ്പോൾ കേരള കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം അടുത്ത വർഷം മുന്നണി 12 സീറ്റ് കൊടുത്തു. ഇത്തവണ ഇനി UDF അങ്ങനെ 12 സീറ്റ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? 5 ജില്ലയിലായിട്ടാണ് 12 സീറ്റ്. അതുപോലെ മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറുമായിട്ട് അവർ തമ്മിൽ ഭയങ്കര സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു. കാര്യം കേരള കോൺഗ്രസ് ആണോ കോട്ടയത്ത് വലുത്, കോൺഗ്രസ് ആണോ കോട്ടയത്ത് വലുത് എന്നുള്ളൊരു തർക്കമുണ്ട്. അല്ല, അവിടെ മാണി സാർ ജീവിച്ചിരിക്കുന്നവരും വേറെ പ്രശ്നമുണ്ട്. മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മകൻ ജോസ് കെ മാണി PC അതോ BJP സ്ഥാനാർത്ഥി എടുത്ത് നോക്കുന്നത്. അതെ, അതും സംഭവിച്ചില്ല. മാണി സാറിൻ്റെ നിയമമുള്ളതിൽ പോലും പാലായിൽ പോലും വോട്ട് PC തോമസ് ലീഡ് ചെയ്തു. അപ്പം മാണി സാറിന് എന്തുമാത്രം സ്വാധീനം ഉണ്ടായിരുന്നുള്ള ഊതിപ്പെരിപ്പിക്കുന്ന സ്വാധീനം. എനിക്ക് മാണി സാറിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാണി ഭയങ്കരനാണെന്ന് പറയും. ഇപ്പം മാണി സാറിനെ ഏറ്റവും കൂടുതൽ ഊതിപ്പെരിപ്പിക്കാൻ പോകുന്നയാൾ മറ്റാരുമായിരിക്കില്ല, വാസവനായിരിക്കും. അവിടെ ജയിക്കാനായിട്ട് വാസവൻ ഏറ്റുമാനൂർ ജയിക്കും. നീ അതേ പ്രതീക്ഷയുള്ളൂ വാസവൻ. കാരണം നീ മന്ത്രി ആകെ 2 സ്ഥലത്തുള്ളൂ, ഏറ്റുമാനൂരും ഈ വൈക്കം പിന്നോക്ക വിഭാഗത്തിൻ്റെ പേരിൽ ആശ എന്ന് പറഞ്ഞാൽ CPI സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കോൺഗ്രസ് അത് ഉപേക്ഷിച്ച മണ്ഡല, പ്രവർത്തന രംഗത്ത് ഉപേക്ഷിച്ചൊരു മണ്ഡലമായതുകൊണ്ടാണ്. പിന്നെ ഈ ആറന്മുള വരുന്നത് ചെയ്യതിലായിരിക്കും. ആറന്മുള പത്തനംതിട്ടയിലായിരിക്കും വരുന്നത്. ആറന്മുള പത്തനംതിട്ട, ആറന്മുള വീണ ജോർജ്. അപ്പോൾ പിന്നെ അവിടെ അതിന് പകരം ഉമ്മൻചാണ്ടിയുടെ മകളെ നിർത്തുമെന്ന് പറയും. അതാരായ അവിടെ ആറന്മുള ആര് നിന്നാലും ജയിക്കും. ഉമ്മൻചാണ്ടിയുടെ മകൾ ഒന്നുകൊണ്ട് ജയിച്ചെന്നും പറയാം. നേരത്തെ ശിവദാസൻ നായർ നിന്ന് ജയിച്ച അങ്ങേരാണ് നശിപ്പിച്ചത്. അങ്ങേരും മാലാത്ത് സർലാദേവി അല്ലെ തോമസ് ഫിലിപ്പോസ് ഇവരുമൊക്കെ ആയിട്ടുള്ള തർക്കങ്ങളാണ് നശിപ്പിച്ചത്. മാലാത്ത് സർലാദേവി കരുണാകരനൊപ്പം നിന്നത്. അതായത് 65 കേരള കോൺഗ്രസ് ജയിച്ച സീറ്റാണ്. അതെ, 65. അപ്പോൾ സാറ് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ജയിക്കണമെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസിന്റെ കൂടെ സഹായം വേണം. ഈ പറയുന്ന കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വേണ്ട. കേരള കോൺഗ്രസിനെ നിർത്തേണ്ടടുത്ത് നിർത്തിയുള്ള സഹായം സ്വീകരിക്കുക. അൻവറെ നിർത്തിയാൽ ഇവരെ നിർത്തണം. നിങ്ങൾക്ക് ഇത്ര അർഹതയുള്ളൂ. ജോസഫ് ഇപ്പോൾ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ നിർത്തേണ്ടത് ആരാ? മാണിയെ കൂടെ കൂട്ടിയാൽ ജോസഫിന്റെ സീറ്റ് കുറയ്ക്കാൻ പറ്റുമോ? ആകെ മൊത്തം പ്രശ്നം ഒരിക്കലും പറ്റില്ല. ആകെ മൊത്തം പ്രശ്നം. ജോസഫ് കണ്ടിന്യൂസ് ലോയൽറ്റി കാണിച്ചിട്ടുള്ളതാണ്. അതെ, UDF കണ്ടിന്യൂസ് ലോയൽറ്റി ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു ചേഞ്ചൊക്കെ പോകും. അതെ, ഇപ്പം മകൻ. അപ്പോൾ ആ ലോയൽറ്റി ഇവർ കാണിക്കുന്നുണ്ടോ? ജോസ് കെ മാണി ഒരിക്കലും കാണിച്ചിട്ടില്ല. ജോസ് കെ മാണിയെ ഈ പറയുന്ന ബെന്നി ബെഹനാനൊക്കെ കൂടെ അല്ലേ പുറത്താക്കിയതല്ലല്ലോ. അതിനു മുമ്പ് തന്നെ പല കളികളും തുടങ്ങി. ഒന്ന് ആലോചിച്ചാൽ മതി. ഈ KM മാണി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ നമ്മൾ അറിയേണ്ട കാര്യമാണ്. UDF LDF തമ്മിൽ കണക്ട് ചെയ്യുന്ന മറ്റ് താല്പര്യങ്ങൾക്ക്, വ്യവസായ താല്പര്യം അല്ല സാമ്പത്തിക താല്പര്യം, താല്പര്യങ്ങൾക്ക് വേണ്ടി കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കണ്ണികളിലുള്ള KM മാണി. KM മാണിയും ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി ഒരു ടീം ഒരു വശത്തുണ്ടായിരുന്നു. ഇപ്പുറത്തുള്ള ടീം പിണറായി വിജയൻ റെപ്രസെൻ്റ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതറിയണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തും KM മാണിയുടെ കാലത്തും പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാരാണ്? ഈ KM എബ്രഹാം. അങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അപ്പോൾ KM എബ്രഹാത്തിൻ്റെ കാഴ്ചപ്പാടാണ് നമുക്കറിയാമല്ലോ. കിഡ്ബി വഴിയുള്ള കാഴ്ചപ്പാട് ഇതാണല്ലോ. ആ KM എബ്രഹാം ഇവർക്ക് 3 പേർക്കും സ്വീകാര്യമാണ്. ഈ 3 കൂട്ടർക്കും. അല്ല സാർ, അതിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന മുൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ നിന്നും വിഭിന്നനാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ സ്റ്റൈലിലാണ് പോകുന്നത്. അതിനേക്കാൾ മോശം സ്റ്റൈൽ. അവിടെയാണ് ഞാൻ പറയുന്നത് ആൻറ്റി പിണറായി എന്നൊരു ഫീലിംഗ് ഇവിടെ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. സാർ, അത് സാറ് പറയുന്ന ആൻറ്റി പിണറായി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്താണോ അതേ പൊതുവെയാണോ? പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് പോലും
ഇയാളെ കൊണ്ട് നടന്നാൽ പ്രയോജനമില്ല എന്നുള്ള തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. കടുത്ത എതിർപ്പ് സമൂഹത്തിൽ നിന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ അറിയുന്നേ. അവൻ നാളെ ഇത് പറയും, വിളിച്ചു പറയും. ഇന്നല്ലെങ്കിൽ നാളെ അവനെ വിളിച്ച് പറഞ്ഞേ പറ്റും. അതായത് ഈ പാർട്ടി പാർലമെന്ററി തലത്തിൽ വന്നതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ, പ്രത്യയശാസ്ത്രത്തെ വിറ്റിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന DGP വെച്ചത്. DGP അത് അങ്ങനെ ഇപ്പം പിന്നെ സാറ് പറഞ്ഞ ഈ KM എബ്രഹാമിന്റെ വിഷയം, അത് വലിയ വിഷയം, ആരും ശ്രദ്ധിക്കാത്തൊരു വിഷയം. അതെ, KM എബ്രഹാം ഒരു കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുക ഇങ്ങനെ. അതെ, ഒരു ചെയിൻ അത് ആൾക്കാരും മറന്നു പോകാതെ കൊണ്ടുപോകണം. നാളെ മാണിയുടെയൊക്കെ സഹായത്തോടെയാണ് കോൺഗ്രസ് സതീശൻ മുഖ്യമന്ത്രി ആകുന്നെങ്കിലും KM എബ്രഹാം പ്രധാനപ്പെട്ട പോസ്റ്റ് കാണും. സാർ, പക്ഷേ സാറ് ഈ പറയുന്ന പോലെ, നമ്മൾ ഈ സാമൂഹിക മാധ്യമങ്ങൾ പറയുന്ന പോലെ ഇതെല്ലാം തന്നെ ഈ പ്രതിപക്ഷത്തിന് ഓർമ്മയുണ്ടോ സാർ? എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നിലമ്പൂർ ഇലക്ഷൻ തന്നെ വന്നപ്പോൾ ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ 3000-ലധികം വീടുകളിൽ കയറി ഇറങ്ങി വോട്ട് തേടുമ്പോൾ ഈ പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഷാഫി ഉൾപ്പെടെയുള്ളവർ സെൽഫി എടുത്തുകൊണ്ടാണ് നടന്നത്. അത് സാർ ഉൾപ്പെടെ, നമ്മൾ ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഉൾപ്പെടുന്ന ഈ പറയുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പറഞ്ഞ 10 പോയിന്റ് ഈ പറയുന്ന പ്രതിപക്ഷത്തിന് ഇവർക്കെതിരെ പറയാൻ ഈ സമയത്ത് ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കേരള സമൂഹത്തിനുണ്ട് സാർ. ഇവർക്കൊക്കെ പ്രതിപക്ഷത്തിന് അഖിലേന്ത്യാ ഇവിടെ ഇല്ല പറയാനുള്ള ഇഷ്ടം. സാർ ഈ ജയിക്കുമെന്ന് പറയുമ്പോഴും സാർ ഈ ബ്രൂവറി വിഷയം, ജനങ്ങൾ എവിടെയെങ്കിലും വോട്ട് ചെയ്യണം, അതാ എൻ്റെ തിയറി. ജനങ്ങൾ സാർ എവിടെയെങ്കിലും വോട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം വേണം. ഒരു പിണറായിക്കെതിരായിട്ട് വോട്ട് ചെയ്യണം. സാറ് പറയുന്നത് ഈ പിണറായിക്കെതിരെയുള്ള വോട്ടെന്ന്. ഇവിടെ കണ്ട മാധ്യമങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഈ മന്ത്രിസഭ കൊണ്ട്, ഞാനൊരു ഇടതുപക്ഷ ചായ്വോടെ പറയുന്നതല്ല, പിണറായിയോട് സ്നേഹം കൊണ്ട് പറയുന്നതല്ല, നേട്ടം ഉണ്ടായി ഒത്തിരി പേരുണ്ട്. പല മാധ്യമങ്ങളും പറയുന്നത് എന്തെന്നറിയോ? അവർ പറയുന്നത് ഈ സർക്കാർ കൊണ്ട് അങ്ങനെ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല, ഈ സർക്കാർ അങ്ങനെ അഴിമതി ഉണ്ടാക്കിയിട്ടില്ല, അതൊക്കെയാണ് പറയുന്നത്. അഴിമതി ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് ഇത് തെളിയിക്കാൻ പറ്റുന്നില്ല, അത് ഇപ്പുറത്ത് സജീവമായിട്ട് ഉന്നയിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം. അഴിമതി ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പെടുക്കുക, ഈ സ്വപ്ന സുരേഷിൻ്റെ കേസ് തൊട്ട് ശിവശങ്കറിൻ്റെ കേസ് തൊട്ട് എത്ര കേസുകൾ, അഴിമതി കേസുകൾ വന്നു. ഏതെങ്കിലും അവിടെ ഗൗരവത്തോടെ പരാമർശിച്ചോ? നിലമ്പൂർ മിണ്ടിയോ കോൺഗ്രസ്സുകാർ? അഴിമതി പ്രശ്നമല്ലാതായി, അഴിമതി വിഷയം അല്ലാതെ മാറ്റി. പക്ഷേ സാറ് ഈ പറയുന്ന ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ ഈ പറയുന്ന രീതിയിൽ അവർ ആം ആദ്മി പാർട്ടി അവർക്ക് ഭരണം, കെജ്രിവാളിൻ്റെ ഭരണം പോയി. പക്ഷെ സാർ ഇവിടെ ഇനിയിപ്പോൾ ഓണം കിറ്റ് വരാൻ പോവുകയാണ്, കിറ്റ് കൊടുക്കാൻ പോവുകയാണ്, പെൻഷൻ കൂട്ടാൻ പോവുകയാണ്. സാധാരണക്കാരൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള സകല ഉണ്ട്. ഈ കേന്ദ്രത്തിൻ്റെ ഇത്രയും വരിഞ്ഞു മുറുക്കൽ സർവകലാശാല വിഷയത്തിൽ ഗവർണർ കാണിക്കുന്നത്. സാർ, ഈ ഗവർണറുടെ വിഷയം തന്നെ എന്തുകൊണ്ട് ഭരണം തീരാൻ പോകുന്നതുകൊണ്ടല്ലേ പിണറായി വിജയൻ ഒരിക്കൽ കൂടെ പോയി കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് 6 ലാക്കറെ കണ്ടത്? ഇല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇത്രയും തൻ്റെടിയായ ഇവർ പറയുന്ന ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരിക്കലും 6 ലേക്കറെ കാണാൻ പോവില്ല. അല്ല, ഇനി ഇവിടെ കേരളത്തിലെ RSSന്റെ കാര്യങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ ഇങ്ങനെയുള്ള കാര്യം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അയാളാണ്. സാർ, ഞാൻ സാറുമായിട്ട് തർക്കിക്കാനല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു പഠനത്തിൽ എനിക്ക് തോന്നിയത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP കാണുന്നതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന രീതിയിൽ RSS പിന്നെ ഒരുമിച്ച് BJPയെ ജയിപ്പിക്കണം, തദ്ദേശ ഇലക്ഷനിൽ ജയിപ്പിക്കണമെന്ന് അമിത്ഷാ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഈ പറയുന്ന രീതിയിൽ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ എന്ത് വന്നാലും അവർക്കറിയാം അവർക്ക് ഭരണം കിട്ടില്ല എന്ന് BJPക്ക്. അപ്പോൾ N ബ്ലോക്ക് വോട്ട് CPMന് കൊടുക്കുക. അത് അവിടെ പിന്നെ ഞാൻ പറയുന്ന കാര്യം, നമുക്കിതിനെ അടിച്ചുകൊണ്ട് താറാവ് കൂട്ടത്തെ അടിച്ചുകൊണ്ട് പോകുന്നല്ല, ലാട്ടുംപറ്റത്തെ അടിച്ചുകൊണ്ട് പോകുന്നല്ല. BJP പ്രവർത്തകൻ വളർന്നിരിക്കുന്നത് അവൻ്റെ രക്തത്തിൽ ആൻറ്റി മാർക്സിസ്റ്റ് ഫീലിംഗുമായിട്ടാണ്. അവൻ്റെ സഹപ്രവർത്തകരെ ജയകൃഷ്ണ മാസ്റ്റർ കൊല ചെയ്യപ്പെട്ടിരിക്കും. അപ്പം ഒരു രാഷ്ട്രീയ അധികാരം തൽക്കാലം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഈ രക്തസാക്ഷിത്വം ഒന്നും മറക്കാൻ താഴെ തട്ടിലുള്ള BJPക്കാരനോ RSSകാരനോ തയ്യാറായില്ല. അതുപോലെ CPMകാരനും തയ്യാറായില്ല. അപ്പം ആ തയ്യാറാകാത്തത് കൊണ്ട് ഈ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറബിൾ അല്ല താഴെത്തട്ടിൽ. അത് പല പ്രാവശ്യം കാണിച്ചു. 1-2 സീറ്റുകളെ വ്യക്തികളെ ആശ്രയിച്ച് ചിലപ്പോൾ നടക്കുന്നതല്ല, വ്യാപകമായി BJPക്ക് ഈ വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയില്ല. ആ BJPക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പോയാൽ CPMന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ മുഴുവൻ എങ്ങോട്ട് വരും? സാർ, അതിപ്പോൾ അവർക്ക് വേണ്ട സാർ. CPMന് ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ വേണ്ട. അപ്പോൾ ഈ വോട്ട് കൊണ്ട് ജയിക്കില്ല. അപ്പോൾ ഭൂരിപക്ഷ വോട്ടാണ് അവരിപ്പോൾ നോക്കുന്നത്. ഭൂരിപക്ഷ വോട്ട് മുഴുവൻ ജയിക്കില്ലെന്ന്. ഏതായാലും നമ്മുടെ സമയപരിമിതി മൂലം സാറിൻ്റെ വിശ്വാസം, സാറ് പറയുന്നത് ആൻറ്റി ഇൻകംബൻസി കോൺഗ്രസിന് സാധ്യതയുണ്ട്. അത് മാത്രമേ ഉള്ളൂ കോൺഗ്രസിൻ്റെ മെച്ചം. പക്ഷേ ആൻറ്റി ഇൻകംബൻസി എത്തിക്കണമെങ്കിൽ കോൺഗ്രസ് എത്രത്തോളം ജനങ്ങളിടയിലേക്ക്, ഇപ്പം നമ്മളത് പറഞ്ഞപ്പോൾ തന്നെ 10ഓളം കാര്യങ്ങൾ നമ്മളെടുത്ത് പുറത്തേക്ക് ഇട്ടു. ഈ പറയുന്ന ആശമാരുടെ സമരം എങ്ങും എത്തിയില്ല. പിന്നെ മറ്റു പല കാര്യങ്ങളും ഈ സർക്കാരിൻ്റെ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി എത്രയോ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. പോലീസ് ലോക്കപ്പ് മരണങ്ങളുണ്ട്. നിരവധി നമ്മൾ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പറയുന്നതല്ല. സാറ് കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ഒരു നിസ്സാരമല്ല സാർ പറയണം. അതായത് മോഡി BJP നേതാക്കൾ ചോദിക്കും കോൺഗ്രസ് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു, പലപ്പോഴും ചോദിക്കണം കോൺഗ്രസ് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു. ഇന്നിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് കോടിയുടെ കണക്കാണ് ഓരോ ഏരിയയിലും പറയുന്നത്. ഈ കോടി കാശ് എവിടെ നിന്നാണ് വന്നത്?
ഇവിടെ വ്യവസായ ഉൽപ്പാദനം കൂടി അതുണ്ടാക്കിയ മിച്ചമല്ല. ഇവിടെ ഈ കാശ് വന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തൊട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അത് ഇപ്പോൾ വിറ്റ് കിട്ടുന്ന കാശാണ്. നമ്മുടെ തറവാട് ഭൂമി, കാരണന്മാർ തന്ന ഭൂമി നമ്മൾ വിറ്റ് കിട്ടുന്ന കാശാണ് ഇപ്പോൾ മോഡിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി അടുത്ത ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു കോൺഗ്രസ്സുകാരനെ പോലും കണ്ടില്ല കാർഗിൽ യുദ്ധമായിരുന്നോ ബംഗ്ലാദേശ് യുദ്ധവിജയമായിരുന്നോ നമ്മൾ വിജയ ദിവസമായിട്ട് ആചരിക്കേണ്ടിയിരുന്നത്. നമ്മൾ നേട്ടം ഉണ്ടാക്കിയ ഏത് യുദ്ധത്തിലാണ്? കാർഗിലാണോ ബംഗ്ലാദേശാണ്? കാർഗിൽ യുദ്ധത്തിലാണ് നമ്മൾ നേട്ടം. ബംഗ്ലാദേശ് പാകിസ്ഥാനെ രണ്ടാക്കി കിട്ടിയില്ലേ? അതെ, അതല്ലേ ഏറ്റവും വലിയ നേട്ടം. അതെ, അത് നേടിയ കോൺഗ്രസ് കാർഗിൽ വിജയം ആഘോഷിക്കുമ്പോൾ ഉണ്ടായിരിക്കണേന് അതുകൂടെ വേണം. അല്ലെങ്കിൽ ഇന്ന് കാർഗിൽ ഇതിൻ്റെ അതുകൊണ്ട് ഞാൻ പറയാം, കാർഗിൽ വിജയ ദിവസത്തേക്കാൾ പ്രാധാന്യത്തോടെ ആഘോഷിക്കേണ്ട ഒന്നാണ് പാകിസ്ഥാനെ രണ്ടാക്കിയ ദിവസം. അത് പിന്നെ ആ നേട്ടം കൊണ്ടുനടക്കാൻ പിന്നീട് വന്നവർക്ക് പറ്റിയില്ല. അത് വേറൊരു വശം. കാർഗിൽ യഥാർത്ഥ സംഭവം തന്നെ, നിങ്ങളുടെ വീട്ടിൽ 10 പേര് വന്ന് ഗുണ്ടകൾ വന്ന് കയറി താമസിക്കുന്നു, നിങ്ങളറിയുന്നില്ല. കുറേ കഴിഞ്ഞ് ചെന്ന് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി, അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. മറിച്ച് ബംഗ്ലാദേശോ. അതെ. അപ്പോൾ മഹത്വമുള്ള വിജയം എന്ന് പറയുന്ന ബംഗ്ലാദേശ് വിജയം അത് ആഘോഷിക്കുന്ന ഞാനോ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, കോൺഗ്രസ്സുകാരെ പറയണ്ടേ അല്ലേ? പറയുന്നുണ്ടോ സാർ? അപ്പോൾ നമുക്ക് ഏതായാലും സാറിൻ്റെ വിശ്വാസം, സാറ് പറയുന്നത് കോൺഗ്രസ്സിന് ഈ ആൻറ്റി ഇൻകംബൻസിയിലൂടെ തിരിച്ചു വരാൻ കഴിയും. തിരിച്ചു വരാം. പക്ഷേ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ അതിനെ ഒപ്പോസ് ചെയ്യുന്നു. എനിക്ക് വിശ്വാസമില്ല കോൺഗ്രസിൻ്റെ ഈ പ്രവർത്തനത്തിൽ. എനിക്ക് വിശ്വാസമില്ല. അതെ, കാണാൻ നമുക്ക് കാത്തിരിക്കാം.